ഹേ ഗായ്സ്, നമുക്കൊരു ഗെറ്റ് റെഡി വിത്ത് മീ ആയാലോ? അപ്പോൾ നമുക്ക് വീഡിയോക്ക് കിടക്കാം. ഫസ്റ്റ് ഞാൻ മോയ്സ്ചറൈസർ ആട്ടോ അപ്ലൈ ചെയ്യുന്നത്. ഞാൻ നിവ്യയുടെ മോയ്സ്ചറൈസറാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഏത് ബ്രാൻഡിൻ്റെ മോയ്സ്ചറൈസർ വേണമെങ്കിൽ യൂസ് ചെയ്യാം, നിങ്ങളുടെ സ്കിന്നിനനുസരിച്ചിട്ട്, സ്കിൻ ടൈപ്പിനനുസരിച്ചിട്ട്. ഓക്കെ, എൻ്റെ എല്ലാ മേക്കപ്പ് വീഡിയോസിലും നിങ്ങൾ ഈ മോയ്സ്ചറൈസർ ആവും കാണുന്നുണ്ടാവുക. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ സ്കിന്ന് ഭയങ്കര സെൻസിറ്റീവാണ്. എനിക്ക് എല്ലാ ബ്രാൻഡ്സിൻ്റെ പ്രൊഡക്റ്റും പറ്റാറില്ല. അപ്പം ചില ബ്രാൻഡിൻ്റെ പ്രൊഡക്റ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര ഇച്ചിങ്ങും ബേണിംഗ് ഒക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഈ പ്രൊഡക്റ്റ് എനിക്കൊരു പ്രശ്നമില്ല, എനിക്ക് നല്ല കംഫർട്ടുള്ളൊരു പ്രൊഡക്റ്റാണ്. അപ്പോൾ അതുകൊണ്ടാട്ടോ ഞാൻ ഈ പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഇടയ്ക്ക് ഞാൻ ഹൈ എൻഡ് ബ്രാൻഡ്സും യൂസ് ചെയ്യാറുണ്ട്, പക്ഷേ എനിക്ക് ഏറ്റവും കംഫർട്ടായിട്ടുള്ളത് ഈ ഒരു പ്രൊഡക്റ്റാണ്. അപ്പോൾ നിങ്ങളെപ്പോഴും നിങ്ങൾക്ക് കംഫർട്ടുള്ള പ്രൊഡക്റ്റ് യൂസ് ചെയ്യാൻ ശ്രമിക്കുക. ദെൻ നെക്സ്റ്റ് ഞാൻ ലിപ് ബാമാണ് ഇടാൻ പോകുന്നത്. ലിപ് ബാം തുറക്കാൻ നോക്കിയിട്ട് കിട്ടുന്നില്ല ഗൈസ്. വാസ്ലിൻ്റെ ലിപ് ബാമാണ് യൂസ് ചെയ്യുന്നത്. എങ്ങനെ ശ്രമിച്ചിട്ടും കിട്ടുന്നുണ്ടായിരുന്നില്ല. ഓക്കെ, ഇപ്പോൾ അവസാനം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ലിപ് ബാം അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നന്നായിട്ട് ലിപ്പിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. പിന്നെ നിങ്ങൾക്ക് ഏത് ബ്രാൻഡ് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന പ്രൊഡക്റ്റ് സെയിം തന്നെ യൂസ് ചെയ്യണമെന്നില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലുള്ള പ്രൊഡക്റ്റ് വെച്ചിട്ടും ഈ ഒരു സ്റ്റെപ്സ് ഫോളോ ചെയ്തിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ. ദെൻ ഞാൻ സൺസ്ക്രീൻ ഇടാൻ പോകും കേട്ടോ. സൺസ്ക്രീൻ അക്വാലോജിക്കേൻ്റെ സൺസ്ക്രീനാണ്. സൺസ്ക്രീൻ ഇടാതെ നിങ്ങൾ പുറത്തിറങ്ങാനേ പാടില്ല, കാരണം നമുക്ക് വെയിലടിച്ച് കരിഞ്ഞു പോകും സൺസ്ക്രീൻ ഇട്ടില്ലെങ്കിൽ. സോ എന്തായാലും ഈ ഒരു പാട്ട് നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. എന്നിട്ട് ഞാനിങ്ങനെ സൺസ്ക്രീൻ 3 വിരലിലാക്കിയിട്ടാണ് ഞാൻ ഇടാൻ പോകുന്നത്. അതാണല്ലോ അതിൻ്റെ ഒരു രീതി. അപ്പോൾ ഞാനായിട്ടൊരു കുറവ് വരുത്തണ്ടെന്ന് വിചാരിച്ചു. അങ്ങനെ സൺസ്ക്രീൻ എടുത്ത് നന്നായിട്ട് ഫേസിൽ അപ്ലൈ ചെയ്യുക. ഓൾ ഓവർ ഫേസ് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. പിന്നെ നിങ്ങൾ സൺസ്ക്രീൻ തിരഞ്ഞെടുക്കുമ്പോൾ SPF 50+ ഉള്ളത് നോക്കിയിട്ട് തന്നെ എടുക്കണം കേട്ടോ. അങ്ങനെ ഞാൻ സൺസ്ക്രീൻ ഇട്ടതിന് ശേഷം നേരെ ഫൗണ്ടേഷൻ ആയിട്ട് ഇടാൻ പോകുന്നത്. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു പ്രൈമർ ഇട്ടതിന് ശേഷം ഫൗണ്ടേഷൻ ഇടാം. അപ്പോൾ മേക്കപ്പ് ഒന്നും കൂടി ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് നിൽക്കും. പിന്നെ ഞാൻ എന്താണ് യൂസ് ചെയ്യാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കയ്യിൽ സാധനം ഇല്ല ഇപ്പോൾ. പിന്നെ അത് മാത്രമല്ല, എനിക്ക് ഫേസിൽ പിമ്പിൾസ് വരുന്നതുകൊണ്ട് ഞാൻ മാക്സിമം പ്രൊഡക്റ്റിൻ്റെ എണ്ണം കുറക്കാനേ നോക്കത്തുള്ളൂ കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് ഞാനിപ്പോൾ ഫൗണ്ടേഷനാണ് അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഫൗണ്ടേഷൻ ഞാൻ ക്രയോളിൻ്റെ ഒരു പാലറ്റാണ് എടുത്തിട്ടുള്ളത്. അതിലൊരു ഡാർക്ക് ഷെയ്ഡ് നോക്കിയിട്ട്, ഒത്തിരി ഡാർക്കല്ല, ഒരു മീഡിയം ഷെയ്ഡ് നോക്കിയിട്ട് ഞാൻ എൻ്റെ അണ്ടർ ഐ പിഗ്മെൻറ്റേഷൻ കവർ ചെയ്യാം കേട്ടോ. അങ്ങനെ അതൊരു സ്പഞ്ച് വെച്ച് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. എത്രത്തോളം നമ്മൾ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നു അത്രത്തോളം നമുക്ക് നമ്മുടെ മേക്കപ്പ് ഫ്ലോലെസ് ആയിട്ട് കിട്ടും. അണ്ടർ ഐയിലും നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ താഴെ മുകളിലൊക്കെ ആയിട്ട് എനിക്ക് കുറച്ച് പിഗ്മെൻറ്റേഷൻ ഉണ്ട്, അപ്പോൾ അതൊക്കെ ഞാൻ കവർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നേരത്തെ ഷെയ്ഡിനായിട്ട് ഒരു ലൈറ്റർ ഷെയ്ഡ് എടുത്തിട്ട് ഫേസിൽ ഡോട്ട് ആയിട്ടിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഞാനെപ്പോഴും ഫൗണ്ടേഷൻ ഇടുമ്പോൾ ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആയിട്ടാട്ടോ ഫൗണ്ടേഷൻ ഇടാറ്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് കവറേജ് കൂട്ടാം കുറയ്ക്കാം, എങ്ങനെ വേണമെങ്കിലും ചെയ്യാം കേട്ടോ. അതുപോലെ നിങ്ങൾ ഫൗണ്ടേഷൻ ചൂസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ സ്കിൻ ടോണിന് പറ്റിയ ഷെയ്ഡ് തന്നെ നോക്കി ചൂസ് ചെയ്യുക. ഒരിക്കലും ഓൺലൈനായി പർച്ചേസ് ചെയ്യാതെ ഓഫ്ലൈനായിട്ട് എടുക്കാൻ നോക്കുക. കാരണം നിങ്ങൾക്ക് സ്റ്റോറിൽ പോയിട്ട് പർച്ചേസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് സ്വാച്ച് ചെയ്ത് നോക്കി എടുക്കാൻ പറ്റും കേട്ടോ. അങ്ങനെ ഫൗണ്ടേഷൻ ഇട്ടതിന് ശേഷം ഞാൻ എൻ്റെ ഫേവറേറ്റ് പാട്ടായ ബ്ലഷാണ് ഇടാൻ പോകുന്നത്. ബ്ലഷ് ബ്ലൂ ഹെവൻ്റെ സറ്റിൽ ന്യൂഡ് എന്ന് പറഞ്ഞ ഷെയ്ഡാണ് എടുത്തിട്ടുള്ളത്. അടിപൊളി ബ്ലഷാണ് മക്കളെ, നിങ്ങൾ മേടിച്ച് നോക്കിക്കോളി. നല്ല അഫോർഡബിൾ ആണ്, നല്ല പിഗ്മെൻറ്റഡ് ആണ്, നല്ല ലോങ് ലാസ്റ്റിംഗ് ആണ്, അടിപൊളിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള, പേഴ്സണലി ഇഷ്ടപ്പെട്ടൊരു ബ്ലഷാണ് കേട്ടോ. എന്തിട്ടില്ലെങ്കിലും ബ്ലഷും ലിപ്സ്റ്റിക് ഇടാതെ ഞാൻ പുറത്ത് പോകാറില്ല ഗെയ്സ്, കാരണം അതിൻ്റെ ഒരു കൂടപ്പിറപ്പ് പോലെയാണ് കേട്ടോ. അങ്ങനെ ഞാൻ നന്നായിട്ട് ബ്ലഷ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇട്ടതിൻ്റെ മുകളിൽ തന്നെ ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട്, കാരണം എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും 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 അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ദെൻ ഞാൻ ബ്ലഷ് ഇട്ടതിന് ശേഷം ഹൈലൈറ്ററാണ് ഇടാൻ പോകുന്നത്. ഒരു ക്രീം ബേസ്ഡ് ഹൈലൈറ്ററാണ്. ഇതും ബ്ലൂ ഹെവൻ്റെ തന്നെ ഹൈലൈറ്റർ ആട്ടോ. ഇതിൻ്റെ ഷെയ്ഡ് കറക്റ്റ് എനിക്ക് ഓർമ്മയില്ല, എന്തായാലും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. ആർക്കെങ്കിലും പ്രൊഡക്റ്റ് വേണമെന്നുണ്ടെങ്കിൽ, പ്രൊഡക്റ്റിൻ്റെ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ എന്തായാലും ഷെയ്ഡിൻ്റെ നെയിം കൊടുക്കാം. ഇത് അപ്ലൈ ചെയ്തപ്പോൾ ഉള്ള ഒരു വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അത് ഇട്ടപ്പോൾ തന്നെ ഒരു ഗ്ലോ ആയിട്ടിരിക്കുന്നില്ലേ, നല്ലൊരു ഗ്ലോയി എഫക്റ്റ് ആട്ടോ കിട്ടുന്നത്. അങ്ങനെ നെക്സ്റ്റ് ഞാൻ ഐഷാഡാണ് ഇടുന്നത്. ഐഷാഡോ നമ്മൾ നൈക്കയുടെ പാലറ്റാണ് എടുത്തിട്ടുള്ളത്. അതിലൊരു ബ്രൗൺ ഷെയ്ഡ് നോക്കിയിട്ട് ഐലിഡിൽ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതൊന്നും ഞാൻ ബ്രഷ് വെച്ചിട്ടല്ല ചെയ്യുന്നത്. ബ്രഷ് വെച്ചിട്ട് ചെയ്യുമ്പോൾ ഒന്നും കൂടി ഒരു പെർഫെക്ഷൻ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ബ്രഷ് ഉണ്ടെങ്കിൽ ബ്രഷ് വെച്ചിട്ട് ചെയ്യാം. എൻ്റെ കയ്യിൽ ബ്രഷ് ഇപ്പോൾ ഇല്ലാത്തതുകൊണ്ട് ഞാൻ കൈ വെച്ചിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. അങ്ങനെ ആ ബ്രൗൺ ഷെയ്ഡ് ഇട്ടതിന് ശേഷം ഒരു യെല്ലോ ഷിമ്മർ ഷെയ്ഡ് എടുത്തിട്ട് ഞാൻ സെൻറ്ററിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ സെയിം ബ്രൗൺ ഷെയ്ഡ് ഞാൻ കണ്ണിന് താഴെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ജസ്റ്റ് ഒരു ഷെയ്ഡ് എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഒരു ചെറിയ കണ്ണാണ്, ഹോൾഡ് ഐസ് ആയതുകൊണ്ട് എനിക്ക് അടിയിൽ കണ്ണെഴുതാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഷാഡോ വെച്ചിട്ട് ഷെയ്ഡ് ചെയ്യാറാണ് ചെയ്യുക. പിന്നെ ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ആരൊക്കെ എന്തൊക്കെയാണെന്നോട് ചോദിക്കുന്നുണ്ട് കേട്ടോ. അതാണ് ഞാൻ വീഡിയോൻ്റെ ഇടയ്ക്ക് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ
ഐ ഷാഡോ ഇട്ടതിന് ശേഷം ഞാൻ മേബിലിൻ്റെ ലൈനർ വെച്ചിട്ട് ചെറുതായിട്ടൊരു വാലിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് ഓവറായിട്ട് മുകളിൽ കണ്ണെഴുതുന്നത് വലിയ ഇഷ്ടമല്ല, അപ്പോൾ അതുകൊണ്ട് ചെറുതായിട്ടൊരു ലൈൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് മേബിലിൻ്റെ തന്നെ മസ്കാര വെച്ചിട്ട് ലാഷസ് ഒക്കെ ഒന്ന് കേൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ആരാണ് എന്നെ പോലെ വിടർന്ന കണ്ണുകൾ ആഗ്രഹിക്കാത്തത്? അങ്ങനെ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ എന്തായാലും ചെറിയതൊരു 2 കോട്ട് മസ്കാരയിൽ ഇട്ട് കൊടുക്കുക. അപ്പം നല്ല വിടർന്ന കണ്ണുകളായിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവുക. അങ്ങനെ ആ സെയിം മസ്കാര വെച്ചിട്ട് തന്നെ ഞാൻ എൻ്റെ ഐബ്രോസ് ഒന്ന് ഡിഫൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഐബ്രോ പാലറ്റ് ഇല്ലാത്തത് കൊണ്ടാട്ടോ ഇത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. പാലറ്റുള്ള സമയത്ത് ഞാൻ പാലറ്റ് വെച്ചിട്ടാണ് ചെയ്യാറ്, അപ്പോൾ അതില്ലാത്തതുകൊണ്ട് ഇത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്നു മാത്രം. അത് മാത്രമല്ല, ഞാൻ എൻ്റെ വീട്ടിലില്ലാത്തതുകൊണ്ട് എൻ്റെ കയ്യിൽ ആകെ കുറച്ച് പ്രൊഡക്ട്സേ ഉള്ളൂ, അപ്പോൾ അത് വെച്ചിട്ടാണ് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അങ്ങനെ നമ്മുടെ ഒരു സിമ്പിൾ തട്ടിക്കൂട്ട് ഐ മേക്കപ്പ് സെറ്റ് ആയിട്ടുണ്ട്. ഇനി ഞാൻ നെക്സ്റ്റ് ലിപ്സ്റ്റിക്കാണ് അപ്ലൈ ചെയ്യാൻ പോകുന്നത്. ലിപ്സ്റ്റിക് ഇടുന്നതിന് മുന്നേ ഒരു ഡാർക്ക് ലിപ് ലൈനർ വെച്ചിട്ട് ഒന്ന് ഔട്ടർ ലൈൻ കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അതിന് ശേഷം നമ്മൾ മേബിലിൻ്റെ ന്യൂവാൻസ് എന്ന് പറഞ്ഞൊരു ലിപ് ഷെയ്ഡാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഈ ഒരു കോംബോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു കോംബോ കേട്ടോ. നല്ല രസമാണ് ഇട്ട് കഴിഞ്ഞാൽ. നല്ലൊരു ഡാർക്ക് ലിപ് ലൈനർ വെച്ചിട്ട് ലിപ്പ് ഒരു ഔട്ടർ ലൈൻ കൊടുത്തതിന് ശേഷം ഈ ഒരു ഷെയ്ഡ് ഇട്ട് കഴിഞ്ഞാൽ അടിപൊളിയായിട്ടോ. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഈ മേക്കപ്പിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ പൗഡേഴ്സ് ഒന്നും യൂസ് ചെയ്യുന്നില്ല കേട്ടോ. കോമ്പാക്ട് പൗഡറോ സെറ്റിംഗ് പൗഡറോ ഒന്നും യൂസ് ചെയ്യുന്നില്ല. നല്ലൊരു ഡൂയി ഗ്ലോയി ഫിനിഷ് കിട്ടാൻ വേണ്ടിയിട്ടാട്ടോ ഞാൻ പൗഡേഴ്സ് ഒന്നും യൂസ് ചെയ്യാത്തത്. അങ്ങനെ ഞാൻ നമ്മുടെ മേക്കപ്പിൻ്റെ ലാസ്റ്റ് സ്റ്റേജ് എത്തിയിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇതിലധികം പ്രൊഡക്റ്റ് ഒന്നും യൂസ് ചെയ്തിട്ടില്ല, അതിൽ കുറച്ച് പ്രൊഡക്റ്റ് യൂസ് ചെയ്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇനി കൂടുതൽ പ്രൊഡക്റ്റ് വെച്ച് മേക്കപ്പ് വേണമെന്നുണ്ടെങ്കിൽ എന്തായാലും പറയണം. അങ്ങനെ എൻ്റെ സിമ്പിൾ ഫേസ് മേക്കപ്പ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് നമുക്ക് ഹെയർ സെറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഹെയർ സ്റ്റൈലിങ് സ്റ്റാർട്ട് ചെയ്തിട്ടോ. അപ്പോൾ ഞാൻ സെൻറ്റർ പാർട്ടീഷൻ എടുത്തിട്ടാണ് ഹെയർ ചെയ്യുന്നത്. സെൻറ്റർ പാർട്ടീഷൻ എടുത്തിട്ട് 2 സൈഡിലോട്ട് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുന്ന ഒരു ഹെയർ സ്റ്റൈലായിട്ടോ ഞാൻ ചെയ്യുന്നത്. ഫസ്റ്റ് കുറച്ച് ഹെയർ എടുക്കുക, അതൊന്ന് ട്വിസ്റ്റ് ചെയ്യുക, പിന്നെ അടുത്ത പോർഷൻ എടുക്കുക, പിന്നെ ട്വിസ്റ്റ് ചെയ്യുക, അങ്ങനെയുള്ളൊരു ഹെയർ സ്റ്റൈലായിട്ടോ ചെയ്യുന്നത്. പിന്നെ ഞാൻ സൽവാർ ടൈപ്പിലുള്ള ഔട്ട്ഫിറ്റ് ഇടുമ്പോൾ എപ്പോഴും ഇങ്ങനത്തെ ഒരു ഹെയർ സ്റ്റൈലായിട്ടോ ചെയ്യാറ്. ഇതെനിക്ക് മോർ സൂട്ടബിളായിട്ട് തോന്നുന്ന പോലെ ഫീൽ ചെയ്യാറുണ്ട്, അതുകൊണ്ടാണ് ഈ ഒരു ഹെയർ സ്റ്റൈൽ ചൂസ് ചെയ്യുന്നത്. അത് മാത്രമല്ല, ഞാൻ ഭയങ്കര ധൃതി പിടിച്ചിട്ടാട്ടോ ഹെയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം വീട്ടിലോട്ട് ഒരു ഗസ്റ്റ് വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പെട്ടെന്ന് വീഡിയോ എടുത്ത് തീർക്കാൻ വേണ്ടിയിട്ട് ഞാൻ വേഗം ചെയ്യുന്നുണ്ടായിരുന്നു. അത് മാത്രമല്ല, ഞങ്ങൾക്ക് റിസപ്ഷൻ ആയിരുന്നു. റിസപ്ഷൻ സ്റ്റാർട്ട് ചെയ്തിട്ട് 2 hour കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ പെട്ടെന്ന് പോകാനായിട്ട് പെട്ടെന്ന് സ്പീഡിലാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഹെയർ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. മേക്കപ്പ് ഞാൻ ഭയങ്കര മിനിമലായിട്ടാട്ടോ ചെയ്തിട്ടുള്ളത്. എനിക്ക് മിനിമലായിട്ട് ചെയ്യാനാണ് ഇഷ്ടം. എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. താഴെയുള്ള ബെൽ ബട്ടനും കൂടി പ്രസ് ചെയ്ത് വെക്കുക. അപ്പോൾ ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണുന്നത് വരെ ബൈ.